ഹായ് ഗായ്സ്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങി 1000ഓളം വെബ്സൈറ്റുകളിൽ നിന്നും വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ ശേഷിയുള്ള ഒരു കിടിലൻ ടൂളാണ് YTDLP. വിൻഡോസ്, ലിനക്സ്, മാക്കിനൊക്കെ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഈ ഒരു ടൂള് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം, ഈ ടൂൾ ഉപയോഗിക്കാനായിട്ട് FFmpeg കൂടി ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് FFmpeg ഇൻസ്റ്റാൾ ചെയ്യുന്നത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ തീർച്ചയായിട്ടും കാണാം. അപ്പോൾ നമുക്ക് ടൂളിലേക്ക് വരാം. എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ അല്ലാതെ തന്നെ ഡൗൺലോഡ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനകത്തും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, YTDLP എന്ന് നമുക്ക് ബ്രൗസറിനകത്ത് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ ഗിറ്റ് ഹബിനകത്താണ് വരുന്നത്. നമുക്ക് ഈ ഒരു ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്ത് കയറാം. ഓക്കെ, അപ്പോൾ നമ്മൾ YTDLPയുടെ ഗിറ്റ് ഹബ് പേജിനകത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് YTDLPയെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം YTDLP ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ റിലീസസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഭാഗമുണ്ട് ഈ വലത്ത് സൈഡിലായിട്ട്. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് അവസാനമായിട്ട് ഇറങ്ങിയ വേർഷനൊക്കെ കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ അടുത്തൊരു പേജ് വന്നിരിക്കുകയാണ്. ഇവിടുന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. ഇവിടെ അസറ്റ്സിൻ്റെ താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റും പലതരം YTDLP ഉള്ളതായിട്ട്. ഇപ്പോൾ ഇവിടെ 64 ബിറ്റ് വിൻഡോസിനുള്ളതുണ്ട്, ലിനക്സ് 64 ബിറ്റിനുള്ളതുണ്ട്, മാക്കിൻടോഷിനുള്ളതുണ്ട്, പിന്നെ 32 ബിറ്റ് വിൻഡോസിനുള്ളതൊക്കെ ഉണ്ട്. ഇവിടെ തീർച്ചയായിട്ടും എൻ്റേത് 64 ബിറ്റ് വിൻഡോസാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതാണ് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടേത് ഏതാണോ വരുന്നത് അതനുസരിച്ചുള്ള ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അതായത് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണോ വരുന്നത് അതനുസരിച്ചുള്ള ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ ക്ലിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അധികം വൈകാതെ ഡൗൺലോഡ് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. അപ്പോൾ ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നില്ല, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ബ്രൗസർ ക്ലോസ് ചെയ്യാം. ഇനി എങ്ങനെയാണ് ആ ടൂൾ ഉപയോഗിക്കുന്നത് നോക്കാം. അപ്പോൾ ഇതൊരു കമാൻഡ് ലൈൻ ടൂളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വിൻഡോസ് ടെർമിനൽ അല്ലെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റോ അല്ലെങ്കിൽ പവർ ഷെല്ലോ ഒക്കെ വേണ്ടി വരും ഈ ടൂൾ ഉപയോഗിക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ തന്നെ റൈറ്റ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടെർമിനൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് റൈറ്റ് ക്ലിക്ക് കൊടുക്കുകയാണെങ്കിൽ പവർ ഷെല്ല് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ഈ ഒരു ടൂളിൻ്റെ പേരോ അല്ലെങ്കിൽ അതിൻ്റെ പാത്തോ ഒന്ന് കൊടുത്താൽ മതി നമുക്കത് റൺ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ./YT-DLP എന്ന് അടിക്കേണ്ട കാര്യം വരുന്നില്ല. ഓക്കെ, ഇങ്ങനെ എൻ്റർ കൊടുത്താലും മതി. നമുക്ക് ഈ ടൂൾ റൺ ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഒരു URL കൊടുക്കുകയാണെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യാനും തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുകയാണ് ഒരു URL എങ്കിലും പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഇങ്ങനെ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. കാരണം നമുക്ക് സാധാരണ ഇതിൽ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടൂൾ ഉപയോഗിക്കാൻ പറ്റണം. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് YTDLP എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റണം. അപ്പം ആ രീതിയിൽ എങ്ങനെ മാറ്റാൻ പറ്റും അല്ലെങ്കിൽ ആ രീതി എങ്ങനെ ആക്കാൻ പറ്റും? വളരെ സിമ്പിളാണ്. ഈ ഒരു ടൂള് ഇവിടെ നിന്ന് കട്ട് ചെയ്യാം. നേരെ നിങ്ങളുടെ C ഡ്രൈവിനകത്തില്ല, ഇവിടെ പുതിയൊരു ഫോൾഡർ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. ഞാൻ ഓപ്റ്റ് എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് അതിനകത്ത് പേസ്റ്റ് ചെയ്യുന്നു. ശേഷം ഈ അഡ്രസ് ബാർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ പാത്ത് കോപ്പി ചെയ്യുക. അതായത് ഈ ടൂൾ ഇരിക്കുന്ന പാത്ത് കോപ്പി ചെയ്യുക. നേരെ സ്റ്റാർട്ടിനകത്ത് വന്നിട്ട് സെർച്ച് ചെയ്യുക എഡിറ്റ് എൻവയറമെൻറ്റ് വേരിയബിൾസ് എന്നുള്ളത്. ഓക്കെ, ഇതാണ് എഡിറ്റ് ദ സിസ്റ്റം എൻവയറമെൻറ്റ് വേരിയബിൾസ്. അത് ക്ലിക്ക് കൊടുക്കാം. അപ്പോൾ ഇതുപോലൊരു വിൻഡോ വരും. ഇവിടെ എൻവയറമെൻറ്റ് വേരിയബിൾസ് എന്നുള്ളത് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ഇതുപോലൊരു വിൻഡോ വരും. ഇവിടെ സിസ്റ്റം വേരിയബിൾസിനകത്ത് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. ഇവിടെ പാത്ത് എന്നും പറഞ്ഞുകൊണ്ടൊരു ഭാഗമുണ്ട്, പാത്ത്. അത് സെലക്ട് ചെയ്യുക, എഡിറ്റ് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ പുതിയതായിട്ടൊരു വിൻഡോ വരും. ഇവിടെ ഈ ഒരു ന്യൂവിൽ ക്ലിക്ക് കൊടുക്കുക. എന്നിട്ട് പേസ്റ്റ് ചെയ്യാം, ആ ഒരു പാത്ത് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഫയൽ മാനേജർ ക്ലോസ് ചെയ്യാം. അപ്പം ഇനി നമ്മളെ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടൂൾ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ YTDLP, അതായത് YT-DLP എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാക്കാണ്ടില്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി എങ്ങനെയാണ് CLS എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ എപ്പോഴും ചിലപ്പോൾ ലിനക്സിൻ്റെ ഓർമ്മയിൽ അങ്ങ് പോകാറുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ടൂൾ ഉപയോഗിച്ച് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യുന്നത്? അപ്പോൾ സാധാരണ ഇത് നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ ഏതെങ്കിലും ഒരു സൈറ്റിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ബ്രൗസറിനകത്ത് അതിൻ്റെ അഡ്രസ് ബാറിൽ ആ ലിങ്ക് കാണിക്കുന്നുണ്ടായിരിക്കും അല്ലേ. ആ ലിങ്ക് അങ്ങ് കോപ്പി ചെയ്താൽ മതി. ഇപ്പോൾ ഈ ഒരു യൂട്യൂബിൻ്റെ ലിങ്കാണ് കിടക്കുന്നത്. നമുക്ക് ഇതൊന്ന് കോപ്പി ചെയ്തിട്ട് നോക്കാം എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതേ ഉള്ളൂ. YT-DLP എന്ന് ടൈപ്പ് ചെയ്യുക, ഡബിൾ കോഴ്സ് ടൈപ്പ് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ അവിടെ പേസ്റ്റ് ആവും ആ ലിങ്ക്. അല്ലെങ്കിൽ Ctrl+V പ്രസ് ചെയ്താലും മതി. എന്നിട്ട് ഒന്നുകൂടി ഡബിൾ കോഴ്സ് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എൻ്റർ കൊടുക്കാം. അപ്പോൾ അധികം വൈകാതെ ഇത് ഡൗൺലോഡ് ആവുന്നതായിരിക്കും. ആ ഒരു വീഡിയോ ഡൗൺലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് ഈ YTDLP എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി വീഡിയോ ഓഡിയോ ഏതാണോ അതായിരിക്കും ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ വീഡിയോ ഓഡിയോ സെപ്പറേറ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഒന്നിപ്പിക്കാനാണ് FFmpeg വേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് FFmpeg ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നുള്ളത്. നമുക്ക് Ctrl+C പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്ക് വെച്ച് ഈ ഡൗൺലോഡ് ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇടയ്ക്ക് വെച്ച് നിന്നിരിക്കുകയാണ്. ഇനി റിസ്യൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അവസാനം ഉപയോഗിച്ച ഈ കമാൻഡ് തന്നെ ഒന്നും കൂടി അങ്ങ് റൺ ചെയ്താൽ മതി. അപ്പോൾ അധികം വൈകാതെ
അത് ഇടയ്ക്ക് വെച്ച് എവിടെ 52% നിന്നത്, അങ്ങനെയാണെങ്കിൽ 52% കഴിഞ്ഞ് മുന്നോട്ട് ഡൗൺലോഡ് ആകുന്നതായിരിക്കും. ഓക്കെ, ഇതാ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, കണ്ടില്ലേ, ബാക്കിയായിട്ട് ഡൗൺലോഡ് ആകുകയാണ്. അപ്പം നമുക്കിത് ഒന്നുകൂടി ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് ഇത് എവിടെയാണ് ഡൗൺലോഡ് ചെയ്ത് ഇടുന്നതെന്ന് അറിയാമോ? ഈ വീഡിയോ നമ്മുടെ വർക്കിംഗ് ഡയറക്ടറി ഏതാണോ അവിടെ ആയിരിക്കും. സാധാരണ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ വർക്കിംഗ് ഡയറക്ടറി എന്ന് പറയുന്നത് നമ്മുടെ ഹോം ഫോൾഡർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് മാറി നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു വർക്കിംഗ് ഡയറക്ടറിയിലാണ് ഇരിക്കുന്നതെങ്കിൽ അവിടോട്ടായിരിക്കും തീർച്ചയായിട്ടും വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ ഉദാഹരണത്തിന് നമുക്ക് ഡൗൺലോഡ്സ് വരാം. അപ്പോൾ ഞാൻ ഇവിടെ റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് ഇവിടെ ടെർമിനൽ ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് പവർ ഷെൽ ഓപ്പൺ ചെയ്യാൻ നോക്കുക. എന്നിട്ട് YTDLP എന്ന് ടൈപ്പ് ചെയ്ത് നമ്മുടെ ലിങ്കും ഒക്കെ കൊടുത്ത് റൺ ചെയ്താൽ നമുക്ക് ആ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്യാം. എന്നിട്ട് ഡബിൾ കോട്ട്സിനകത്ത് ടൈപ്പ് ചെയ്തിടാം, എന്നിട്ട് എൻ്റർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റൺ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ റൺ ചെയ്തപ്പോൾ എന്താണ് നടക്കുക? ഈ ഒരു ഡൗൺലോഡ് വന്നിട്ട് ആ ഡൗൺലോഡ്സിനകത്തായിരിക്കും ഇരിക്കുന്നത്. കാരണം നമ്മുടെ വർക്കിംഗ് ഡയറക്ടറി ഈ ഒരു ഇപ്പം പവർ ഷെല്ലിനകത്തുള്ള നമ്മുടെ വർക്കിംഗ് ഡയറക്ടറി എന്ന് പറയുന്നത് ഡൗൺലോഡ്സ് ആണ്. അപ്പോൾ അതിനകത്തായിരിക്കും ഈ ഒരു വീഡിയോ എന്താ പറയുക ഡൗൺലോഡ് ആയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക YTDLPയോട് പറയാം എവിടെ ഈ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യണമെന്നുള്ളത്. അതെങ്ങനെയാണ് നോക്കാം. അതിന് ഇത്രയേ ഉള്ളൂ കാര്യം. YTDLP എന്ന് ടൈപ്പ് ചെയ്യുക, ഡബിൾ കോട്ട്സ് അടിച്ചിട്ട് നമ്മുടെ ലിങ്ക് കൊടുക്കുക, ശേഷം സ്പേസ് ഇട്ടിട്ട് -P എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എവിടെയാണോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇടാൻ ആഗ്രഹിക്കുന്നത് ആ ഫോൾഡറിൻ്റെ പാത്ത് ഇവിടെ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യോ, അങ്ങനെയാണെങ്കിൽ പേസ്റ്റ് ചെയ്യാം. അപ്പം ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ ഒപ്റ്റിനകത്ത് നേരത്തെ ഉപയോഗിച്ച ആ ഒപ്റ്റിനകത്ത് വരാം. ഓക്കെ, ഇപ്പോൾ മുകളിൽ അഡ്രസ് ബാർ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ നമുക്ക് പാത്ത് കാണിക്കും. എന്നിട്ടത് കോപ്പി ചെയ്യാം, എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇത് നമുക്ക് ഡബിൾ കോട്ട്സിനകത്താക്കാം, എന്നിട്ട് എൻ്റർ കൊടുക്കാം. അധികം വൈകാതെ തന്നെ ഡൗൺലോഡ് ഈ ഓപ്റ്റിനകത്തോട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ഇതാ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, കണ്ടില്ല, ഇങ്ങോട്ട് ഡൗൺലോഡ് ആകുന്നതാണ്. അപ്പം ഞാനിത് ക്യാൻസൽ ചെയ്യാണ് കേട്ടോ. എന്നിട്ട് ഇത് ഫയൽസും അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാണേ. ഇനി നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാം. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയല്ലേ. ഓക്കെ, CLS ക്ലിയർ ചെയ്തു. ഇനി ഇപ്പം പല സൈറ്റുകൾ, ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും നമുക്കറിയാം പല റെസൊല്യൂഷനിൽ നമുക്ക് വീഡിയോ ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള റെസൊല്യൂഷനിൽ തിരഞ്ഞെടുത്ത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതായത് ഇഷ്ടമുള്ള റെസൊല്യൂഷനുള്ള വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ യൂട്യൂബ് ലിങ്ക് തന്നെ നമുക്ക് എടുക്കാം. ഒന്നും കൂടി ഒന്ന് കോപ്പി ചെയ്തേക്കാം. ഓക്കെ, എന്നിട്ട് YTDLP എന്ന് ടൈപ്പ് ചെയ്തിട്ട് ആദ്യമേ നമ്മൾ അറിയേണ്ടത് എന്തൊക്കെ റെസൊല്യൂഷൻസ് ആ ലിങ്കിനകത്ത് അവൈലബിൾ ആണെന്ന് നോക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? -F എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ഡബിൾ കോട്ട്സിനകത്ത് നമ്മുടെ ലിങ്ക് പേസ്റ്റ് ചെയ്യാം, എന്നിട്ട് എൻ്റർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ ലിങ്കിനകത്ത് വരുന്ന വീഡിയോകളുടെ ഫോർമാറ്റ്സിനെ പറ്റിയും റെസൊല്യൂഷൻസിനെ പറ്റിയും കൊഡാക്സിനെ പറ്റിയും ഒക്കെയുള്ള ഇൻഫർമേഷൻസ് ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല, ഇവിടെ ഓഡിയോയും ഉണ്ട്, വീഡിയോ ഉണ്ട്. ഏറ്റവും കൂടിയ റെസൊല്യൂഷനും ഇവിടെ കാണിക്കുന്നുണ്ട്, ഏറ്റവും കുറഞ്ഞ റെസൊല്യൂഷനും ഇതാ ഇവിടെയൊക്കെ കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ. അതിൻ്റെ എത്ര MB വരുന്നുണ്ടെന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് തീരുമാനിക്കാം ഏത് വേണം ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇവിടെ കണ്ടില്ലേ, WebM വന്നിട്ടാണെങ്കിൽ 21 MB ആണ് വരുന്നത്, MP4 ആണെങ്കിൽ 67 MB ആണ് വരുന്നത്. അപ്പോൾ അതൊരു വലിയ ഗുണമുള്ള കാര്യമാണ് കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റെസൊല്യൂഷൻ ഡൗൺലോഡ് ചെയ്യണം. അതെന്ത് ചെയ്യാൻ പറ്റും? ഇത്രേ ഉള്ളൂ. YTDLP എന്ന് ടൈപ്പ് ചെയ്യുക. ആ റെസൊല്യൂഷൻ്റെ നേരെ വരുന്ന ഫോർമാറ്റ് ID ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ID. ആദ്യമേ ഈ ഗ്രീനിൽ കാണിച്ചിരിക്കുന്നതാണ് ID. അതായത് ഈ IDക്ക് നേരെ താഴെയായിട്ടായിരിക്കും കാണിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഫോർമാറ്റ് ID ഏത് റെസൊല്യൂഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ ഫോർമാറ്റ് ID കോപ്പി ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാം. അപ്പം ഞാൻ ഉദാഹരണത്തിന് എനിക്ക് 450p ഇതാണ് വേണ്ടത്. ഓക്കെ, ഇതിന് നേരെയുള്ള ഫോർമാറ്റ് ID എന്ന് പറയുന്നത് 397 അപ്പോൾ ആദ്യമേ എന്ത് ചെയ്യണം? -F ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആ ഫോർമാറ്റ് ID എന്താണ് 397 ഉള്ളതായിരുന്നു അല്ലേ എടുത്തത്. അപ്പോൾ 397 ടൈപ്പ് ചെയ്യുക, പ്ലസ് ചിഹ്നം ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഓഡിയോ നമ്മൾ സെലക്ട് ചെയ്യണം. ഓഡിയോ ആണെങ്കിൽ ഇതിനകത്ത് ഒത്തിരി വരുന്നുണ്ടല്ലേ, ഇതിനകത്ത് നമുക്ക് 250 എടുക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? 250 എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ലിങ്ക് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഡബിൾ കോട്ട്സിനകത്താക്കിയിട്ട് പേസ്റ്റ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. അപ്പം ഈ വരുന്ന റെസൊല്യൂഷനുള്ള വീഡിയോയും അതനുസരിച്ച് ഈ ID വരുന്ന ഓഡിയോയുടെ ക്വാളിറ്റി എന്താണോ അതനുസരിച്ചുള്ള ഓഡിയോയും ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് നമ്മുടെ FFmpeg എന്ന് പറയുന്ന ടൂള് എന്ത് ചെയ്യും? അതിനെ മെർജ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. Ctrl+C പ്രസ് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക. ഇനി ഇതേ ഡൗൺലോഡ് തന്നെ റിസ്യൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതേ കമാൻഡ് തന്നെ വേണം നമ്മൾ ഒന്നും കൂടി റൺ ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണും, ഞാൻ നേരത്തെ ഉപയോഗിച്ച കമാൻഡ് ഇവിടെ പെട്ടെന്ന് കൊണ്ടുവന്നല്ലേ. അതെങ്ങനെയാണെന്നറിയാമോ? കീബോർഡിലെ മുകളിലോട്ടുള്ള ആരോ പ്രസ് ചെയ്താൽ മതി. അപ്പം നേരത്തെ ഉപയോഗിച്ച കമാൻഡ് അവിടെ വരുന്നതായിരിക്കും. എന്നിട്ട് ഒന്നുകൂടി എൻ്റർ ചെയ്യുക കേട്ടോ. അപ്പം നേരത്തെ റൺ ചെയ്ത് ഏതോ കമാൻഡ് ആണോ അത് റൺ ചെയ്യുക. അപ്പം അത് എവിടെ വെച്ചാണോ ഡൗൺലോഡ് നിന്ന് പോയത് അവിടെ തൊട്ട് റിസ്യൂം ആവുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, റിസ്യൂമിങ് ആവുന്ന കാണാൻ പറ്റും. ഓക്കെ, ഇതാ ഇവിടെ കണ്ടല്ലേ. അപ്പം ഞാനത് ക്യാൻസൽ ചെയ്യാണ്, ക്ലിയർ ചെയ്യാം. ഇനി എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഉള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എവിടെ ഡൗൺലോഡ് ലൊക്കേഷൻ എവിടെ തീരുമാനിക്കാമെന്ന് പഠിച്ചു അല്ലേ. ഇനി ഔട്ട്പുട്ട് ഫയലിൻ്റെ നെയിം നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ളതാക്കാൻ പറ്റും, ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഉദാഹരണത്തിന് ഈ ഫേസ്ബുക്ക് ലിങ്ക് എടുത്തിട്ട് നിങ്ങൾ YTDLP ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്.
ആയതുകൊണ്ട് ഇറർ വരുത്തേ ഉള്ളൂ. കാരണം ഇതിന്റെ ലിങ്കിൽ നിന്നും വരുന്ന ഒരു പേരായിരിക്കും മിക്കവാറും ആ വീഡിയോയുടെ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ ആ നെയിം ശരിക്കും ഒക്കത്തില്ല. എന്തായാലും അതിലേക്കൊന്നും ഞാൻ കാര്യമായിട്ട് പോകുന്നില്ല കേട്ടോ. പക്ഷേ ഞാൻ പറയാണ്, ഇവിടെ ഇങ്ങനെ ഒരു ഇറർ ആണ് വരുന്നത് അല്ലേ, അൺഎബിൾ ടു റൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണിക്കുന്നത്. അത് ആ പേരിന്റെ കുഴപ്പം കൊണ്ടാണ്. അപ്പം ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് നെയിം തീരുമാനിക്കുക, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഫയൽ നെയിം നമ്മൾ തീരുമാനിക്കണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ആ ഒരു കമാൻഡ് തിരിച്ചു കൊണ്ടുവരാം. ആരോ ക്ലിക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് സ്മോൾ ലെറ്റർ O ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എന്ത് പേരാണോ നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഫയൽ നെയിം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, അതിവിടെ ടൈപ്പ് ചെയ്യാം. ഇപ്പം ഞാൻ റീൽ എന്ന് ടൈപ്പ് ചെയ്തു, .mb4 എന്ന് ടൈപ്പ് ചെയ്യാണ് എൻ്റെ കൊടുക്കുകയാണ്. ഇനി അധികം വൈകാതെ ആ ഒരു ഡൗൺലോഡ് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഇറർ വരികയാണെങ്കിൽ നിങ്ങൾ നോക്കുക ഇത് എന്ത് കാരണം കൊണ്ടാണ് ഇറർ വന്നത്. പ്രത്യേകിച്ച് ഇത് സപ്പോർട്ട് ചെയ്യുന്ന സൈറ്റിൽ നിന്നും കേട്ടോ. ഒന്നെങ്കിൽ സൈറ്റിൽ എന്തെങ്കിലും അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ YTDLP മാക്സിമം അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ആ സൈറ്റിൻ്റെ അപ്ഡേറ്റ് അനുസരിച്ച് അവർ ആ ഒരു ടൂളിനകത്ത് മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും അത് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും അത് കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല, ക്യാൻസൽ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, അപ്പോൾ ചില സാഹചര്യങ്ങൾ വരുക ഇത് സപ്പോർട്ട് ചെയ്യുന്ന സൈറ്റുകളിൽ നിന്നും വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. മിക്കവാറും അതിൻ്റെ മാറ്റം വന്നിട്ടുണ്ടായിരിക്കും, സൈറ്റുകളിലൊക്കെ ഒത്തിരി മാറ്റം വന്ന് കാണും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? YTDLP അപ്ഡേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഒന്നെങ്കിൽ നേരത്തെ നമ്മൾ ബ്രൗസറിൽ ചെന്ന് ഡൗൺലോഡ് ചെയ്ത പോലെ ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ YTDLP എന്ന് ടൈപ്പ് ചെയ്തിട്ട് -U ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ പുതിയ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ അപ് ടു ഡേറ്റഡ് എന്നും പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത്, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല. പിന്നെ ഇതിൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഓഡിയോ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓഡിയോ ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. YTDLP എന്ന് ടൈപ്പ് ചെയ്യുക, ഹൈഫൻ അടിച്ചിട്ട് സ്മോൾ ലെറ്റർ X ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ലിങ്ക് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, സോറി ഗൈസ്, അപ്പോൾ നമുക്കൊരു ലിങ്ക് എടുക്കാം, അതെ യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് എടുക്കാം. ഓക്കെ, എന്നിട്ട് എൻ്റർ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ആ ലിങ്കിൽ വരുന്ന ഓഡിയോ ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബൈ ഡിഫോൾട്ടായിട്ട് ബെസ്റ്റ് ഓഡിയോ ക്വാളിറ്റി, അതിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഓഡിയോ ഏതാണോ അതായിരിക്കും ഡൗൺലോഡ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് തീർച്ചയായിട്ടും ഡിഫോൾട്ട് ഫോർമാറ്റ് എന്ന് പറയുന്നത് ഓപ്പസ് ആണ് കേട്ടോ. അപ്പോൾ ഓപ്പസിന് പകരം നിങ്ങൾക്ക് MP3 അങ്ങനെ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ, MP3 വേവോ അങ്ങനെ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുന്നത് നല്ലതായിരിക്കും. അതെങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്താണെന്ന് അറിയാമോ, ഈ സ്മോൾ ലെറ്റർ X കഴിഞ്ഞിട്ട് ഓഡിയോ ഫോർമാറ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഏത് ഫോർമാറ്റ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ഇവിടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ വോബീസ് ആണെങ്കിൽ അത് ടൈപ്പ് ചെയ്യുക, MP3 ആണെങ്കിൽ അത് ടൈപ്പ് ചെയ്യുക. അപ്പോൾ എനിക്ക് വേണ്ടത് MP3 ആണെങ്കിൽ MP3 ഞാൻ ടൈപ്പ് ചെയ്യുന്നു, എൻ്റെ കൊടുക്കുന്നു. അപ്പോൾ ഇതെന്ത് ചെയ്യും? ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യും, ഡൗൺലോഡ് ചെയ്തിട്ട് MP3 ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് വേണ്ടി വരും? FFmpegന്റെ ആവശ്യം വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് FFmpeg വളരെ വേണ്ടപ്പെട്ട ഒരു സാധനമാണെന്നുള്ളത്. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് ഫിനിഷ് ചെയ്യാൻ കാത്തിരിക്കുക. അപ്പോൾ നമുക്ക് ആ MP3 ഉണ്ടാക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ MP3 ക്രിയേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഒറിജിനലി ഡൗൺലോഡ് ചെയ്യുന്ന ഫയൽ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക കേട്ടോ. അത് കീപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചാൽ മതി, സ്മോൾ ലെറ്റർ K. ഓക്കെ, അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ മതിയല്ല, MP3 ഫയലാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് MP3 ആണ്. ഓക്കെ, എനിക്കൊരു സംശയം, എന്നാലും നമുക്കൊന്ന് പ്രോപ്പർട്ടീസിനകത്ത് നോക്കാം. ഓക്കെ, MP3 തന്നെ. ഓക്കെ, സംശയം തീർന്നു, ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ അത്രയാണ് നമ്മൾ മനസ്സിലാക്കിയല്ലേ. ഇനിയും വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ഓപ്ഷൻസ് തിരഞ്ഞെടുത്തതേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് സബ് ടൈറ്റിൽസ്, ഇപ്പോൾ യൂട്യൂബിൽ നിന്നൊക്കെ ആണെങ്കിൽ സബ് ടൈറ്റിൽസ് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആദ്യം അതിനകത്ത് എന്തൊക്കെ സബ് ടൈറ്റിൽസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. YTDLP എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതാണ് സബ് ടൈറ്റിൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ ആദ്യമേ ലിസ്റ്റ് സബ്സ് എന്ന് പറയുന്നതാണ്. ലിസ്റ്റ് സബ്സ് എന്ന് പറഞ്ഞാൽ ആ ലിങ്കിൽ എന്തൊക്കെ സബ് ടൈറ്റിൽസ് അവൈലബിൾ ആണ് അതിവിടെ കാണിക്കാനാണ്. നേരത്തെ നമ്മൾ ഫോർമാറ്റ്സ് കാണിച്ചില്ലേ, അതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഞാൻ ലിങ്ക് ഒന്ന് പേസ്റ്റ് ചെയ്യാം, എന്നിട്ട് എൻ്റർ കൊടുക്കാം. അപ്പോൾ ലിസ്റ്റ് സബ്സ് എന്ന് നമ്മൾ കൊടുക്കുന്നു. അപ്പം ഈ ഒരു ലിങ്കിൽ വരുന്ന സബ് ടൈറ്റിൽസ് ഏതൊക്കെയാണോ ഉള്ളത് അതിവിടെ വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ചില ലിങ്കുകളിൽ മിക്കവാറും, അതായത് ചില വീഡിയോകൾ മിക്കവാറും ഓട്ടോമാറ്റിക് സബ് ടൈറ്റിൽസ് ആയിരിക്കും. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അത് ഇവിടെ എഴുതി കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു സബ് ടൈറ്റിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണം. അത് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, അതിനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇവിടെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ, റൈറ്റ് സബ്സും റൈറ്റ് ഓട്ടോ സബ്സും. ഈ റൈറ്റ് സബ്സ് എന്ന് പറഞ്ഞാൽ ഒറിജിനലി ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത ആൾ ഇതിന് സബ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ സബ് ടൈറ്റിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഈ റൈറ്റ് സബ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനിയും ഓട്ടോ സബ്സ് ആണ്, അതായത് യൂട്യൂബ് കൊടുക്കുന്ന സബ് ടൈറ്റിൽ ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. YTDLP എന്ന് ടൈപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ടൈപ്പ് ചെയ്ത ആ ഒരു ഇത് എടുക്കാം. ഓക്കെ, എന്നിട്ട് ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, ഹൈഫൻ എന്ന് ടൈപ്പ് ചെയ്യുക, റൈറ്റ് -auto -subs എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഓക്കെ, അപ്പം അതിനകത്ത് ആ ലിങ്ക് വരുന്ന ഒരു സബ് ടൈറ്റിൽ, അതായത് ഡിഫോൾട്ട് ഇംഗ്ലീഷ് ആണ് വരുന്നത്, ആ ഇംഗ്ലീഷ് ചൂസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഇതൊന്ന് ക്യാൻസൽ ചെയ്യാണ് കേട്ടോ. അതല്ല, നിങ്ങൾക്ക് ഈ ഓട്ടോ സബ്സിനകത്ത് വരുന്ന വേറെ ഏതെങ്കിലും ഒരു ഭാഷയിലുള്ളതാണ് വേണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഭാഷയുടെ നേരെയുള്ള ഇവിടെ വരുന്ന അക്ഷരം ഏതാണോ അതെടുക്കുക. ഇപ്പം മലയാളം ആണെങ്കിൽ ഇവിടെ ML ആണ് വരുന്നത്, വേറെ ഭാഷയാണെങ്കിൽ അതനുസരിച്ചുള്ള അക്ഷരങ്ങളാണ് അവിടെ വരിക. അപ്പോൾ ആ ML ഇങ്ങോട്ട് എടുക്കുക, എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം.
ഈ റൈറ്റ് ഓട്ടോ സബ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യുക -subs lab ലാബ്സ് അല്ല ലാങ്സ് ഓക്കെ ലാങ്സ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഭാഷയ്ക്ക് നേരെ വരുന്ന അക്ഷരം അല്ല എന്താ പറയുക ആ അക്ഷരം ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ML എന്നാണ് അവിടെ എഴുതി കാണിച്ച ആ ML എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ അപ്പോൾ ഇനി എന്താ നടക്കുമെന്ന് പറഞ്ഞാൽ ML അതായത് മലയാളം സബ് ടൈറ്റിൽ ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാ ഇവിടെ നമുക്ക് എഴുതി കാണിക്കുന്നുണ്ട് ഏതാണ് സബ് ടൈറ്റിൽ ചൂസ് ചെയ്തെന്നുള്ളത്. അപ്പോൾ അത് ഞാൻ ക്യാൻസൽ ചെയ്യാണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ നമ്മൾ വീഡിയോ കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ പിന്നെ ഗൈസ് എനിക്ക് തോന്നുന്നു അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് സബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് ഒറിജിനൽ വരുന്ന സബ് ടൈറ്റിൽ ഏത് സബ് ടൈറ്റിലാണ് അപ്ലോഡ് ചെയ്തേക്കുന്നത് ആ സബ് ടൈറ്റിൽ എടുക്കാൻ വേണ്ടിയാണ് റൈറ്റ് സബ്സ്. അതേസമയം ഓട്ടോമാറ്റിക് സബ്സ് ആണെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാനാണ് ഈ റൈറ്റ് ഓട്ടോ സബ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നത്. പിന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് YT-DLP എന്ന് ടൈപ്പ് ചെയ്തിട്ട് -h ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുത്താൽ മതി. അപ്പോൾ കൂടുതൽ കാര്യങ്ങളുണ്ടെങ്കിൽ അതായത് കൂടുതൽ ഇൻഫർമേഷൻ YT-DLP പറ്റി നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്ത് ആയി പോകും കേട്ടോ. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഓക്കെ അപ്പോൾ ഞാൻ ഈ ഒരു പവർഷെൽ ക്ലോസ് ചെയ്യാണ്. അപ്പം അത്രയാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഞാനൊന്നും വിട്ടുപോയില്ലെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമന്റ് സെക്ഷൻ അത് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.